കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിശ്ചയവും മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുക്കലും പൂർത്തിയാക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഫെബ്രുവരി മാസം പകുതി കഴിഞ്ഞതോടെ പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഓരോ മുന്നണികളും നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പ്രക്രിയയ്ക്ക് പൂർണ്ണത വന്നിട്ടില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും BJPയുമെല്ലാം തിരഞ്ഞെടുപ്പിൽ വിജയക്കൊടി നാട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അത്തരത്തിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ അനുയോജ്യമായ മണ്ഡലങ്ങളിൽ നിർത്താനുള്ള പ്ലാനിങ്ങുകളും മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എന്നാൽ പൂർണ്ണമായൊരു രാഷ്ട്രീയ സ്വഭാവത്തോടെ വിജയിക്കാൻ സാധിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ഇക്കുറി രാഷ്ട്രീയം സിനിമയ്ക്ക് വഴിമാറുകയാണ്. അപ്രതീക്ഷിത വിജയങ്ങൾ കൊയ്യാനും പുതിയ വ്യക്തികളെ രാഷ്ട്രീയ മേഖലയ്ക്ക് പരിചയപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പുകൾ മുന്നണികൾ നടത്തിക്കഴിഞ്ഞു. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനു സമാനമായി സിനിമാ മേഖലയിലെ വമ്പൻ താരങ്ങളെ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കാനുള്ള ആലോചനയിലാണ് കേരളത്തിലെ 3 പ്രധാന മുന്നണികളായ LDFും UDFും BJPയും. മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നതും സിനിമാ താരങ്ങൾ തന്നെ. തിരഞ്ഞെടുപ്പൊരുക്കങ്ങൾ തുടങ്ങുന്നതിനു മുൻപേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPയുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. താരത്തിന്റെ ജനപിന്തുണയും ചെറുതല്ല. അതിനാൽ ഇത്തവണ തൃശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് BJPയുടെ പ്രഖ്യാപനം. നല്ല രീതിയിൽ തന്നെ ജനപിന്തുണയുള്ള രാഷ്ട്രീയ സ്വഭാവവും സിനിമാ സ്വഭാവവും ഇടകലർന്നിട്ടുള്ള മുകേഷിനെ കൊല്ലത്ത് നിർത്താൻ CPM ഉറപ്പിച്ചു. അതിനു പിന്നാലെ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു. ഇന്നസെന്റിനെ MP ആക്കിയ ചാലക്കുടി മണ്ഡലത്തിൽ മഞ്ജുവിനെ നിർത്താൻ ആലോചനകൾ വന്നെങ്കിലും ഇതിന് ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഔദ്യോഗികമായി ഇതുവരെ മഞ്ജുവിനെ ആരും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടില്ലെന്ന് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ മഞ്ജുവിന് താല്പര്യമില്ലെന്നും അവർ വെളിപ്പെടുത്തി. ശക്തമായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് യുവത്വങ്ങളുടെ ആരാധനാപാത്രമായ ഉണ്ണി മുകുന്ദന്റേതാണ്. യുവാക്കളുടെ വോട്ട് ലഭിക്കാൻ ലക്ഷ്യമിട്ട് ഉണ്ണി മുകുന്ദനെ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുവെന്ന വാർത്ത സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. എല്ലാ പ്രായക്കാർക്കുമിടയിൽ സുപരിചിതനായതിനാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ണിക്ക് വോട്ട് ലഭിക്കുമെന്നും വിജയ സാധ്യത വളരെ കൂടുതലാണെന്നും പലരും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവം പരിപാടിക്കായി കൊച്ചിയിൽ വന്നപ്പോൾ താമസിച്ച ഹോട്ടലിലേക്ക് ഉണ്ണിയെ വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ BJP ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന നടനുമാണ് ഉണ്ണി. ശബരിമല സ്ത്രീ പ്രവേശനം ഇക്കുറിയും ചർച്ചയായേക്കാവുന്ന പത്തനംതിട്ടയിൽ മാളികപ്പുറം എന്ന വിജയ സിനിമയിലെ നായകൻ എന്ന പരിവേഷവും ഉണ്ണി എന്ന ആലോചനയുയരാൻ കാരണമായതായി BJP നേതാക്കൾ പറയുന്നു. പക്ഷേ ഉണ്ണിയും തൽക്കാലം മത്സരത്തിനില്ലെന്ന നിലപാടിലാണ്. സിനിമാ താരങ്ങളെ കളത്തിലിറക്കി പയറ്റിയ ചരിത്രമുള്ള UDFൽ ഇക്കുറി ആദ്യം ഉയർന്നുകേട്ട പേര് നടൻ സിദ്ദിഖിന്റേതാണ്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായി സിദ്ദിഖ് വരുന്നുവെന്ന വാർത്ത കേട്ടാണ് ഒരു മാസം മുൻപ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗം ഉണർന്നത് തന്നെ. പക്ഷേ സിദ്ദിഖ് തന്നെ ഈ വാർത്ത പിന്നീട് നിഷേധിച്ചിരുന്നു. എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പൊതുസമ്മതനെ തേടുന്ന CPM നടി റീമ കല്ലിങ്കലിനെയും ഭർത്താവും സംവിധായകനുമായ ആഷിഖ് അബുവിന്റെയും പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിനിമാ രാഷ്ട്രീയം ചൂടുപിടിച്ചിരുന്നു. പത്തനാപുരം മണ്ഡലത്തിൽ സിനിമാ താരങ്ങളായ ജഗദീഷ് കോൺഗ്രസിനും ഗണേഷ് LDFനും ഭീമൻ രഘു BJPക്കും വേണ്ടി മത്സരിച്ചിരുന്നു. സിനിമാ താരങ്ങളുടെ ഈ ത്രികോണ മത്സരം വളരെ ചൂടുപിടിക്കുകയും പല സിനിമാ താരങ്ങളും ഇവർക്ക് വേണ്ടി കളത്തിലിറങ്ങുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു സിനിമാ രാഷ്ട്രീയ കളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം.